അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ മാലിക് ഇബ്നു ഹുവൈരിസ് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫഇദാ ഹദറത്തിസ് സ്വലാത്തു ഫൽയുഅദ്ദിൻ അഹദുക്കും. മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലെ 632 ഹദീസ് നമ്പറായിട്ടും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 647 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അദാൻ, ബാങ്ക് വിളിക്കുക എന്നുള്ളത് അത് ഫർളു കിഫായയാണ്. ഫിസ്സലാത്തി ഫിൽ ഹളിരി വസ്സഫരി. യാത്രയിലായിരുന്നാലും വീട്ടിലായിരുന്നാലും അത് ഫർള് കിഫായയാണ്. എന്ന് പറഞ്ഞാൽ ആര് നിർവഹിക്കണം? സമൂഹത്തിലെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സാമൂഹികമായ ബാധ്യതയാണ് അത് എന്നർത്ഥം. നമ്മൾ എന്ത് ചെയ്തു? ആരെങ്കിലുമൊക്കെ നിർവഹിച്ചിട്ട് അവസാനം തല്ലുംപിടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റിംഗ്, മുക്കിരി എന്നാണ് അതിൻ്റെ പേര്. മുക്കിരി പറഞ്ഞതായി മുക്കിർച്ചയായി, മുക്കിറിക്കായി, മുക്കിറിയായി മാറും. അയാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? അല്ല, ആരും കൊടുത്തില്ലെങ്കിൽ അവസാനം മൂപ്പരുടെ മസ്ഊലിയത്താണ് അത്. അപ്പം അങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായി വന്നു. അതിന് ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഷുറൂത്തുൽ മുഅദ്ദിബി സലാസുൻ. മുഅദ്ദിനിന് 3 ഷർത്തുകളുണ്ട്. ഒന്നെന്താ? മുസ്ലിം ആകണം. ആ ഹദീസിന്റെ നേരെയുള്ള അർത്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ ഹദീസിലുള്ളത് ഫൈദാ ഹളറത്തിസ് സ്വലാത്തു, നിസ്കാരത്തിന്റെ സമയം ആയാൽ, ഫൽയുഅദ്ദിൻ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾ ആരാ? മുസ്ലിമാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്താ? മുസ്ലിം ആകണം. ഇപ്പൊ കലയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ പല പേരിൽ പലതും നടക്കുന്നുണ്ടാണ്. സാഹിത്യ മേഖലകളിലൊക്കെ ഖുർആൻ ഓതുന്ന ആൾക്കാരെ കാണാം, ബാങ്ക് വിളിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇപ്പോ കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള ഭാഗത്തൊക്കെ മാപ്പള തെയ്യം എന്ന് പറഞ്ഞിട്ടൊരു തെയ്യമുണ്ട്. അത് ബാങ്ക് കൊടുക്കുന്നു, കിണ്ടിയിൽ വെള്ളം കൊണ്ടുവിളിച്ച് ഒന്നു കൊടുക്കുന്നു, നിസ്കരിക്കുന്നു. എന്നാൽ സാമ്പ്രദായികമായിട്ട് മുസ്ലിം ചെയ്യുന്ന നിസ്കാരമായിട്ടോ ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ ഖുർആൻ ഓത്തൊരു ബന്ധമൊന്നുമില്ല. ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. അങ്ങനത്തെ ഒരാൾ ബാങ്ക് കൊടുത്താൽ ബാങ്ക് സഹിയാകുമോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളെയൊക്കെ സാഹിത്യ മത്സരത്തിനും സ്കൂളുകളിലൊക്കെ പല മത്സരത്തിനും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അറബി പഠിക്കുന്ന ആൾക്കാരുണ്ട്, പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഏകദേശം 1000-ഓളം ആളുകൾ കേരളത്തിൽ എംഫിൽ അറബിക്ക് കഴിഞ്ഞ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കിതാബ് പുതിയത് പബ്ലിഷ് ചെയ്തിട്ട് അത് കൊണ്ടുപോയി കൊടുത്താൽ അത് അങ്ങനെ തന്നെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യാൻ കഴിയുന്ന ആളുകൾ. ആര്? നോൺ മുസ്ലിംസ്. പല സ്കൂളുകളിലും ടീച്ചർമാരും അധ്യാപകരൊക്കെ അവരാണ്. അവർക്ക് നമ്മേക്കാൾ ഫ്ലുവൻ്റ് ആയിട്ട് അറബി സംസാരിക്കാൻ കഴിയും. അങ്ങനത്തെ ഒരാൾ ബാങ്ക് കൊടുത്താൽ ബാങ്ക് സഹിയാകുമോ? ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന പോലെയൊക്കെ പഠിപ്പിച്ച് സ്കൂൾ മത്സരത്തിലൊക്കെ കൊണ്ടുവരുന്ന കുട്ടികളുണ്ടാവും. അക്കൂട്ടത്തിലൊരു കുട്ടി അല്ലെങ്കിൽ ഒരാള് ബാങ്ക് വിളിച്ചു, ബാങ്ക് സഹിയാകുമോ? ഇല്ല. അവിടെ ഇതുകളും ഒന്നാമത്തെ ഷർത്ത് ബാങ്ക് വിളിക്കുന്നവൻ മുസ്ലിം ആകണം എന്നുള്ളത്. ഈ രണ്ടാമത്തേത് ആക്കിലുണ്ടാവണം. ആക്കിലായിരിക്കണം, ബുദ്ധിയുള്ള ആളായിരിക്കണം. എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഇബാദത്തുകളെ സംബന്ധിച്ച്, ദിക്റുകളെ സംബന്ധിച്ച്, വിളിക്കുന്ന ലഫ്ളുകളെ സംബന്ധിച്ച് ബോധ്യവും ഉണ്ടാവണം. അല്ലാഹു ലഫ് എന്ന് പറയാൻ എല്ലാവരും കഴിയും, നമുക്ക് കഴിയില്ലേ? അതിനെ പഠിപ്പിച്ചു കൊടുത്ത് ബാങ്ക് വിളിക്കും. എന്നാൽ മുസ്ലിമായി ബോധമുള്ള, അറിവുള്ള, കഴിവുള്ള ഒരാൾ അത് നിർവഹിക്കണം എന്നാണ്. അതോടുകൂടി തന്നെ ഈ അക്കലിന് മുഫസ്സിറുകളും മുഹദ്ദിസുകളൊക്കെ പരിചയപ്പെടുത്തിയത് തൻ്റെ ഇടം ബുലൂഗ് എത്തുന്ന ആളുടെ ഭാഗത്ത്. ചെറിയ കുട്ടികൾക്ക് ബാങ്ക് വിളിപ്പിക്കാറുണ്ട്, തെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആസ്വാദിക്ക് വേണ്ടിയും ചെറിയ കുട്ടികളല്ലേ പ്രോത്സാഹനത്തിന് വേണ്ടിയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ബാങ്കായി പരിഗണിക്കണമെങ്കിൽ അയാൾക്ക് സാമാന്യ ബോധം, ബുലൂഗ് എത്തണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-15 വയസ്സെങ്കിലൊക്കെ ആവണം. അതിനകത്തൊരു ബാങ്ക് കൊടുത്താൽ ബാങ്കായിട്ടായിട്ട് പരിഗണിക്കുന്നു മാത്രം. മൂന്നാമത്തത് ദക്കറായിരിക്കണം, ആണായിരിക്കണം. പെണ്ണ് ബാങ്ക് കൊടുക്കാൻ പാടില്ല. ഒരു പരിസരത്ത് ദീനൊക്കെ പഠിച്ച് ഖുർആൻ ക്ലാസ്സിലൊക്കെ പോകുന്ന എല്ലാ ആളും എന്ന് വെച്ചാൽ പള്ളിയിലൊക്കെ വരുന്നവരുണ്ട്. ആ നേരത്തെ ബാങ്ക് കൊടുക്കുമ്പോൾ നൊഹറാണ് ചോദിച്ചോ. നമ്മളൊക്കെ നാട്ടിലൊരു കല്യാണമുണ്ട്, എല്ലാവരും കൂടി ഹാളിലേക്ക് പോയി ബാങ്ക് കൊടുക്കാൻ നേരത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് എടുക്കുന്നില്ല. വേഗം ഒരു പെണ്ണിന് വന്നിട്ട് മൈക്ക് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, പാടില്ല. ഇനി പെണ്ണിന് ബാങ്കും ഇഖാമത്തും അത് വേണ്ടതില്ല, ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും.
ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലെ, അനസ് മാലിക്കിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞ സ്ത്രീകൾക്ക് ബാങ്കും ഇഖാമത്തും ആവശ്യമില്ല. എന്നാൽ ഫുഖഹാക്കളിൽ ഇതിൽ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർക്ക് ബാങ്ക് അല്ലെങ്കിൽ ഇഖാമത്ത് എന്നുള്ളത് ആവശ്യമില്ലെങ്കിൽ പോലും പുരുഷനെ പോലെ ബാങ്ക് വിളിച്ചില്ലെങ്കിൽ പോലും ഇഖാമത്ത് വിളിക്കാം, അത് ജായിസാണ് എന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ബാങ്കും ഇഖാമത്തും വിളിക്കാറുണ്ടായിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അങ്ങനെ വിളിക്കണോ നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്തല്ല അവർ വിളിച്ചു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് കുറ്റം കിട്ടുകയോ ശിക്ഷ കിട്ടുകയോ ഒന്നും ചെയ്യുന്ന ഏർപ്പാടല്ല. അതുകൊണ്ടൊരു പതിവാക്കേണ്ടതില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാങ്ക് നിർബന്ധം ഇല്ല. അപ്പൊ അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്നവൻ ആരായിരിക്കണം? ആണായിരിക്കണം, അതുപോലെ തന്നെ ബുദ്ധിയുള്ളവനായിരിക്കണം, അതോടൊപ്പം തന്നെ മുസ്ലിമുമായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഇതാണ് ഹദീസിലുള്ളത്. നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ സമയം ആയി കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കുകയും ഒരാൾ ഇമാമത്ത് നിൽക്കുകയും ചെയ്യുക. ആ ഇമാമത്ത് നിൽക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ പറഞ്ഞത് നിങ്ങളിൽ വലിയ ആൾ, പ്രായമുള്ള ആൾ എന്നാണ്. ഹദീസിന്റെ മറ്റു ലഫ്ളുകളിൽ കാണാൻ പറ്റും ഖുർആനുമായി ബന്ധമുള്ള ആൾക്കാർ ഇല്ലേ, ഒരുമിച്ചു ഹിജ്റ പോയ ആൾക്കാർ ഇല്ലേ, ഒരുമിച്ച് യുദ്ധം ചെയ്ത ആൾക്കാർ. അതിൽ ഏറ്റവും ആദ്യമായ കൂടുതൽ യുദ്ധം ചെയ്ത ആരാ, കൂടുതൽ ഖുർആൻ ആയത്തെ ആർക്ക് അറിയാം, കൂടുതൽ ദീന അറിയാം, അങ്ങനെയൊക്കെ പരിഗണിക്കാം എന്നുള്ളതാണ് അതിൻ്റെ നിയമവശങ്ങൾ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ബാങ്ക് വിളിക്കേണ്ടത് സാമാന്യമായിട്ട് ഇന്ന ആളുകളൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസ് ഉപകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസൂയത്ത് ചെയ്ത നമ്മുടെ സഹോദരങ്ങളുടെ നേറുന്ന നോവുകൾക്ക് അള്ളാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.